സോ 2024 അതായത് ഈ ഒരു വർഷം ഫ്ലിപ്കാർട്ടിന്റെ ഓഫർ സെയിൽ ടൈമിൽ 1799 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബഡ്സ് ആയിരുന്നു CMF ബഡ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 2024 സ്റ്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് വെർത്തിയാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ CMF ബഡ്സിന്റെ കേസ് വന്നിട്ടുള്ളത് ഒരു സ്ക്വയർ ഷേപ്ഡ് ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ്, അതുപോലെ നല്ലൊരു ലൈറ്റ് വെയിറ്റ് ഡിസൈനിലാണ് ഈ ഒരു ഇയർബഡ്സിന്റെ കേസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കേസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് റൊട്ടേറ്റിംഗ് ടൈലും അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു കേസിംഗും ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ ഹിഞ്ചസ് വൈസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഹിഞ്ചസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദെൻ ഇയർബഡ്സ് ചെക്ക് ചെയ്യുവാണെങ്കിൽ സ്റ്റെമ്മിൽ നമുക്കൊരു മാറ്റ് ഫിനിഷ്ഡ് കേസിംഗിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് അതുപോലെ ഡ്രൈവേഴ്സ് ഇരിക്കുന്നിടത്ത് ഒരു ഗ്ലോസി പ്ലാസ്റ്റിക് മിസ്റ്റർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഡിസൈൻ വൈസ്. ഓവറോൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഇയർ ഫിറ്റ് ആയിട്ടുള്ള ഡിസൈനിലാണ് നമ്മുടെ ഇയർബഡ്സ് വന്നിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഓവറോൾ ഇയർബഡ്സും കേസും ചെക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബഡ്ജറ്റ് വൈസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഈ ഒരു ഇയർബഡ്സിനകത്തൊന്നും കേസിംഗും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദെൻ ഈ ഒരു ഇയർബഡ്സിന്റെ മെയിൻ ഹൈലൈറ്റ് പാർട്ടാണ് സൗണ്ട് ക്വാളിറ്റി ആൻഡ് ANC ഫീച്ചേഴ്സ്. ഈ ഒരു ഇയർബഡ്സിനകത്ത് കസ്റ്റം 12.4 mm ബയോ ഫൈബർ ഡ്രൈവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ എക്സ്ട്രാ ബാസിന് വേണ്ടി അൾട്രാ ബാസ് ടെക് 2.0 ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഇയർബഡ്സിനകത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ഡയറാക്കിന്റെ ഓഡിയോ ട്യൂണിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. CMFന്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡയറാക്കിന്റെ ഓഡിയോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി കസ്റ്റം EQ മോഡ്സ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ആണ് നോയ്സ് നല്ലപോലെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി 42 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് CMFന്റെ ഈ ഒരു ഇയർബഡ്സിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഇയർബഡ്സിന്റെ സൗണ്ട് ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ ട്രബിൾ ആയിക്കോട്ടെ, ബേസ് ആയാലും വോക്കൽസ് ഒക്കെ തന്നെ വളരെ അമേസിംഗ് ആയിട്ടാണ് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളത്. സൗണ്ട് ക്വാളിറ്റി എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഉള്ള സൗണ്ട് ആയാലും ബേസ് ഒക്കെയാണ് നമുക്ക് ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ANC വൈസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ബെസ്റ്റ് എന്ന് ഞാൻ പറയത്തില്ല, 42 dB എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു നോയ്സ് ക്യാൻസലേഷൻ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ സൗണ്ട് ക്വാളിറ്റി ആൻഡ് ANC വൈസ് നോക്കുവാണെങ്കിൽ എനിക്ക് വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഇയർബഡ്സ് ആണ്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇയർബഡ്സ് ആണ് CMFന്റെ ബഡ്സ്. സോ ദെൻ ഈ ഒരു ഇയർബഡ്സ് നിങ്ങൾ കോളിംഗിന് വേണ്ടിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കോളിംഗ് ഫീച്ചേഴ്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി 4 HD മൈക്രോഫോൺസ് വിത്ത് കോളിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി ക്ലിയർ വോയിസ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി കോൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വൈസ് നോക്കുവാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല ഡീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ ഒരു ഇയർബഡ്സിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. നോയ്സ് വൈസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല നോയ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് കോളിംഗ് എക്സ്പീരിയൻസ് ലഭിക്കുന്നത്. ഇനി ലൗഡ്നെസ് വൈസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ലൗഡ് ആയിട്ടുള്ള സൗണ്ട് ആണ് നമുക്ക് ഇതിന് ലഭിക്കുന്നത്. വോയിസ് കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ റിസീവറിന് അത്യാവശ്യം നല്ലപോലെയാണ് ഒപ്റ്റിമൈസ് ചെയ്ത് കേൾക്കാൻ പറ്റുന്നത്. സോ കോളിംഗ് എന്നുള്ള ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് വൈസ് നോക്കുവാണെങ്കിൽ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കണക്ടിവിറ്റി ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ല. സോ CMF ബഡ്സിന് അതിന്റെ കേസ് എത്രത്തോളം പ്രധാനമാണോ അതുപോലെയാണ് നത്തിങ് എക്സ് എന്ന ആപ്ലിക്കേഷനും. ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ ഒരു ഇയർബഡ്സിന്റെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇയർബഡ്സിന്റെയും കേസിന്റെയും എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ കസ്റ്റം EQ മോഡ്സും അതല്ലെങ്കിൽ മറ്റ് EQ മോഡ്സും നമുക്ക് സ്വിച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ആൻഡ് അതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ടച്ച് കൺട്രോൾ പാനൽസ് നമുക്ക് ഈ ഒരു ഇയർബഡ്സിനകത്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അതുപോലെ നോയ്സ് ക്യാൻസലേഷൻ ടേൺ ഓൺ ചെയ്യാനും അല്ലെങ്കിൽ ടേൺ ഓഫ് ചെയ്യാനും ട്രാൻസ്പെറൻസി മോഡിലേക്ക് സ്വിച്ച് ചെയ്യാനും അൾട്രാ ബാസ് ടെക്നോളജി ഫീച്ചേഴ്സ് ടേൺ ഓൺ ചെയ്യാനും ടേൺ ഓഫ് ചെയ്യാനും ആൻഡ് അതുപോലെ മെയിൻ ആയിട്ടും ഇന്നിയർ ഡിറ്റക്ഷനും ലോ ലേറ്റൻസി ഗെയിമിംഗ് മോഡ് നമുക്ക് ടേൺ ഓൺ ചെയ്യാനും ആൻഡ് ഫൈനലി ഡുവൽ കണക്ട് അതുപോലെ തന്നെ നമ്മുടെ ഇയർബഡ്സിനെ കണ്ടുപിടിക്കാനുള്ള ഫൈൻഡ് മൈ ഇയർബഡ്സ് എന്നുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആപ്ലിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ആപ്പ് UI ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. സോ ദെൻ ഈ ഒരു ഇയർബഡ്സിന്റെ ബാറ്ററി ബാക്കപ്പ് ചെക്ക് ചെയ്യുവാണെങ്കിൽ ബ്രാൻഡ് പറയുന്ന അനുസരിച്ച് 35.5 അവേഴ്സിന്റെ ടോട്ടൽ പ്ലേ ബാക്ക് ടൈമും 10 മിനിറ്റ്സ് ചാർജ് ചെയ്യുവാണെങ്കിൽ 6.5 അവേഴ്സിന്റെ ചാർജിംഗ് ടൈം ഒക്കെ ആണ് പറയുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ യൂസ് അനുസരിച്ചാണ് എത്രത്തോളം ബാറ്ററി ബാക്കപ്പ് ആവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഞാൻ യൂസ് ചെയ്ത സമയത്ത് എനിക്കൊരു 3 to 4 days ആണ് ANC യൂസ് ചെയ്തുകൊണ്ട് അത്യാവശ്യം ഹെവി യൂസിലൂടെ കിട്ടിയത്. അതുപോലെ നോർമൽ യൂസ് എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ആഴ്ചയൊക്കെ അത്യാവശ്യം ഒരു 1 week ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. സോ എന്റെ ഒരു യൂസ് അനുസരിച്ച് എനിക്ക് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ആണ് ഈ ഒരു ഇയർബഡ്സിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. സോ ദെൻ CMF ബഡ്സ് ഗെയിമിംഗിന് വേണ്ടി എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയർബഡ്സ് ആണെന്ന് ചോദിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല റെക്കമെൻഡ് ആയിട്ടുള്ള ഇയർബഡ്സ് തന്നെയാണ്. ഈ ഒരു ഇയർബഡ്സിന്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ലോ ലേറ്റൻസി ഓൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഓൺ ചെയ്ത് ഗെയിം കളിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല ലോ ലേറ്റൻസിയിലാണ് നമുക്ക് ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റുന്നത്. വളരെ മോശപ്പെട്ട അതല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എന്ന് ഞാൻ പറയത്തില്ല, അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ആണ് ഈ ഒരു ഇയർബഡ്സിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ഇയർബഡ്സിന്റെ സെൻസേഴ്സ് ആൻഡ് കണക്ടിവിറ്റി വൈസ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഇയർബഡ്സിനകത്ത് നമുക്ക് ഇന്നിയർ ഡിറ്റക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫുൾ ആയിട്ടും ടച്ച് കൺട്രോൾ പാനൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കണക്ടിവിറ്റി എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ ബ്ലൂടൂത്തിന്റെ 5.3 വെർഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അറ്റ് എ ടൈം 2 ഡിവൈസിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഡുവൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ആൻഡ് അതുപോലെ ഗൂഗിളിന്റെ ഫാസ്റ്റ് പെയറിംഗും മൈക്രോസോഫ്റ്റിന്റെ ഷിപ്പ് പെയറിംഗ് IP54 ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് ഈ ഒരു ഇയർബഡ്സിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫൈനലായിട്ട് ഫ്ലിപ്കാർട്ടിനകത്ത് CMF ബഡ്സ് 1799 ആണ് പർച്ചേസ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുവാണെങ്കിൽ അതായത് 2000 രൂപയ്ക്കുള്ളിൽ നോക്കുവാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഞാൻ ഇപ്പോഴും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. വെൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി ആൻഡ് ANC ആണ് ഇതിന് ലഭിക്കുന്നത്. സ്റ്റിൽ ഞാൻ ഇപ്പോഴും എന്റെ മെയിൻ ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇയർബഡ്സ് ആണ് CMF ബഡ്സ് എന്ന് പറയുന്നത്. സോ ഫൈനലി അതൊക്കെയാണ് നമ്മുടെ CMF ബഡ്സിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഇയർബഡ്സിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിന് മെച്ച ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.